ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഒന്നാമത്തെ കോളത്തിൽ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേൺ കാണാം. രണ്ടാമത്തെ കോളത്തിലാകട്ടെ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും. നമുക്കതൊന്ന് വായിക്കാം. ഐ ആം എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാനാകുന്നു. ഇനി അതിനെ മറിച്ചിട്ടാലോ, അമായി, ഞാൻ ആണോ എന്നൊരർത്ഥം വരും. ഉദാഹരണത്തിന് ഐ ആം സ്മാർട്ട് എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ സ്മാർട്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം അമൈ സ്മാർട്ട് എന്ന് ചോദിച്ചാൽ അത് ചോദ്യമായി, ഞാൻ സ്മാർട്ടാണോ എന്ന് വരും. അതുപോലെ ബാക്കിയെല്ലാം. ഹീ ഈസ് അവനാണ്, ഈസ് ഹീ അവനാണോ, ഷീ ഈസ് അവളാണ്, ഈസ് ഷീ അവളാണോ. ഇറ്റ് ഈസ് എ ടോയ്, ഇതൊരു ടോയ് ആണ്. ഈസ് ഇറ്റ് എ ടോയ്, ഇതൊരു ടോയ് ആണോ. വി ആർ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് അറിയാലോ. വി ആർ ഞങ്ങൾ, നമ്മൾ ആണ്. ആർ വി ആണോ. യു ആർ നിങ്ങളാണ്. ആർ യു നിങ്ങളാണോ. ദേ ആർ അവ, അവർ ആണ്. ആർ ദേ അവർ ആണോ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരിക. ഇനി നമുക്ക് ചെറിയ കോൺവെർസേഷൻസ് പരിശോധിക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഒരാൾ ചോദിക്കുകയാണ്, ആം ഐ ലേറ്റ്, ഞാൻ ലേറ്റ് ആണോ, ലേറ്റ് ആയോ. ബി പറയുകയാണ്, രണ്ടാമത്തെ ആൾ പറയുകയാണ്, നോ യു ആർ ഓൺ ടൈം, ഇല്ല നിങ്ങൾ കൃത്യസമയത്താണ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എന്നർത്ഥം. നമ്മൾ ഇൻ ടൈമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് 10 മണിക്ക് ഒരു പ്രോഗ്രാം തുടങ്ങുന്നു, നിങ്ങൾ അവിടെ കൃത്യസമയത്ത് എത്തുന്നു, 10 മണിക്ക് എത്തുന്നു, അപ്പോൾ നിങ്ങൾ ഓൺ ടൈമാണ്. എന്നാൽ ഒരല്പം മുന്നേ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ഇൻ ടൈമാണ്. ഇതാണ് വ്യത്യാസം. ഇനി നോക്കൂ അടുത്ത കോൺവെർസേഷൻ. ഈസ് യുവർ മദർ അറ്റ് ഹോം, നിങ്ങളുടെ അമ്മ വീട്ടിലുണ്ടോ. നോ ഷീ ഈസ് ഔട്ട്, ഇല്ല അവൾ പുറത്തു പോയിരിക്കുകയാണ്. ആർ യുവർ പാരൻസ് അറ്റ് ഹോം, നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടോ. നോ ദേ ആർ ഔട്ട്, ഇല്ല അവർ പുറത്തു പോയിരിക്കുകയാണ്. ഈസ് ഇറ്റ് കോൾഡ് ഇൻ യുവർ റൂം, നിങ്ങളുടെ മുറിയിൽ തണുപ്പുണ്ടോ. യെസ് എ ലിറ്റിൽ, ഒരൽപ്പം. യുവർ ഷൂസ് ആർ നൈസ്, നിന്റെ ഷൂസുകൾ കൊള്ളാം. ആർ ദേ ന്യൂ, അവ പുതിയതാണോ. ഷൂസ് എന്ന് പറയുമ്പോൾ 2 ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആർ ദേ ന്യൂ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് പരിചയപ്പെടാം. നമുക്ക് വായിക്കാം. വെയർ, വാട്ട്, ഹൂ, ഹൗ, വൈ. വെയർ എന്ന് പറഞ്ഞാൽ എവിടെ, വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൗ എങ്ങനെ, വൈ എന്തുകൊണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കാണാം. നോക്കൂ. വെയർ ഇസ് യുവർ മദർ, ഈസ് ഷി അറ്റ് ഹോം. വെയർ ഇസ് യുവർ മദർ, നിൻ്റെ അമ്മ എവിടെയാണ്, അവൾ വീട്ടിലുണ്ടോ. വാട്ട് കളർ ഈസ് യുവർ കാർ, വാട്ട് കളർ ഈസ് യുവർ കാർ, നിൻ്റെ കാറിൻ്റെ കളർ എന്താണ്, വാട്ട് കളർ. ഇറ്റ്സ് റെഡ്, അത് ചുവപ്പാണ്. ഹൗ ആർ യുവർ പാരൻസ്, ആർ ദേ വെൽ, നിൻ്റെ മാതാപിതാക്കൾക്ക് എങ്ങനെയുണ്ട്, ആർ ദേ വെൽ, അവർക്ക് സുഖമാണോ. വെയർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്. പ്രത്യേകിച്ചും നമ്മളൊരാളുടെ നാഷണാലിറ്റി, അതായത് ഏത് രാജ്യത്തിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ സാധാരണ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, വെയർ ആർ യു ഫ്രം. അപ്പോൾ അവർ പറയും ഐ ആം ഫ്രം അമേരിക്ക, ഐ ആം ഫ്രം ചൈന, അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ വെയർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്. കാനഡയിൽ നിന്നുമാണ്. ഹൗ ഓൾഡ് ഈസ് ജോ, ജോയ്ക്ക് എത്ര വയസ്സായി. നമുക്കെല്ലാവർക്കും ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും അവൻ എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ പലരും, തുടക്കക്കാരിൽ പലരും അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്, ഇല്ലേ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. ഹൗ ഓൾഡ് ഈസ് ഹി, അവൻ എത്ര വയസ്സായി. ഹൗ ഓൾഡ് ഈസ് ഷീ, അവൻ എത്ര വയസ്സായി. ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ, നിങ്ങളുടെ ഫാദറിന് എത്ര വയസ്സായി. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൗ ഓൾഡ് ഈസ് ജോ, ജോയ്ക്ക് എത്ര വയസ്സായി. അപ്പോൾ മറ്റേ ആൾ പറയുകയാണ് ഹീ ഈസ് 24. വൈ ആർ യു ആംഗ്രി, നീ എന്തിനാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോൺട്രാക്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വാട്ട് ഈസ് എന്ന് പറയുന്നതിനെ നമുക്ക് ചുരുക്കി അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. വാട്ട് ഈസ്, വാട്ട്സ് എന്ന് പറഞ്ഞാൽ മതി. Who is, whose, how is, how's, where is, where's, what's the time, സമയം എന്തായി. Where's Jill, എവിടെയാണ് ജിൽ. Who is that man, ആ മനുഷ്യൻ ആരാണ്. ഹൗസ് യുവർ ഫാദർ, നിൻ്റെ ഫാദറിന് എങ്ങനെയുണ്ട്.
ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കാം. നമ്മൾ വളരെ ഷോർട്ടായിട്ട് ആൻസേഴ്സ് പറയുന്ന രീതിയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ആർ യു ടയേർഡ് എന്നൊരാൾ ചോദിച്ചാൽ യെസ് ഐ ആം ടയേർഡ് എന്ന് തന്നെ മറുപടി പറയണമെന്നില്ല. നമുക്ക് ഷോർട്ടായിട്ട് ആർ യു ടയേർഡ് എന്ന് ചോദിച്ചാൽ യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ നോ ഐ എം നോട്ട് എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിതരല്ലെങ്കിൽ. നോക്കൂ, ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? നോ ഐ എം നോട്ട്. ഇല്ല. ബട്ട് ഐ എം തേഴ്സ്റ്റി. എനിക്ക് വിശക്കുന്നില്ല, പക്ഷെ എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആർ യു ഹംഗ്രി എന്ന് ചോദിച്ചപ്പോൾ നോ ഐ ആം നോട്ട് ഹംഗ്രി എന്നല്ല പറഞ്ഞത്, നോ ഐ ആം നോട്ട്. അവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത ഭാഗം പറഞ്ഞത് ബട്ട് എന്നാൽ ഐ ആം തേഴ്സ്റ്റി, എന്നാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മറുപടി പറഞ്ഞത്. അടുത്ത് നോക്കൂ, ഈസ് യുവർ ഫ്രണ്ട് ഇംഗ്ലീഷ്? നിങ്ങളുടെ സുഹൃത്ത് ഇംഗ്ലീഷുകാരനാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരിയാണോ? അതിനർത്ഥം ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരാളാണോ എന്നാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരാളെ അമേരിക്കൻ എന്നാണ് പറയുക, അല്ലേ? അപ്പം ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്നും വരുന്നയാൾ. ആർ യുവർ ഫ്രണ്ട് ഇംഗ്ലീഷ്? നിങ്ങളുടെ സുഹൃത്ത് ഇംഗ്ലീഷുകാരനാണോ? യെസ് ഹീ ഈസ്. അതെ. ആർ ദീസ് യുവർ കീസ്? ഇവ നിങ്ങളുടെ താക്കോലുകളാണോ? യെസ് ദേ ആർ. അതെ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലായെന്ന് കരുതുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാപ്പി ലേണിംഗ്.